ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും BJPക്കും NDA സർക്കാരിനുമൊക്കെ എതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന പ്രതിപക്ഷ പാർട്ടികളിലെ നിരവധി നേതാക്കളുണ്ട്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ. അതിൽ എന്തുകൊണ്ടും സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരാളാണ് ബംഗാളിൽ നിന്നുള്ള വനിതാ തീപ്പൊരി നേതാവ് മഹുവ മൈത്ര. ഈ മഹുവ മൈത്ര നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ വലിയ വിവാദങ്ങളിൽപ്പെട്ട് പുലിവാല് പിടിച്ച ഒരു നേതാവ് കൂടിയാണ് മഹുവ മൈത്ര. തുടർന്ന് മഹുവ മൈത്രയെ പാർലമെൻറ്റിൽ നിന്ന് MP സ്ഥാനത്ത് നിന്ന് ഒക്കെ അവരെ പുറത്താക്കി. പിന്നീട് അവർ ഈ 2024 ബംഗാളിലെ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു. അങ്ങനെ ജയിച്ച് ഇപ്പോൾ വീണ്ടും പാർലമെൻറ്റ് അംഗമായിരിക്കുകയാണ് മഹുവ മൈത്ര. അവർ ഇക്കുറി ഒരു കേസിൽ പെട്ടിരിക്കുകയാണ്. അവർക്കെതിരെ നടപടിയെടുക്കാം, കുറ്റപത്രം സമർപ്പിക്കാം. CBI അന്വേഷിച്ച കേസാണ്. CBIക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി ലോക്പാൽ അംഗീകാരവും അനുമതിയും നൽകിയിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും പുതിയ വിവരം. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ആ വിശദാംശങ്ങൾ പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു, ആരാണ് മഹുവ മൈത്രയെ കുരുക്കിയത്, എന്തിനാണ് കുരുക്കിയത് എന്നുള്ളതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനകത്ത് വളരെ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്. എന്തായാലും ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP മഹുവ മൈത്രയെ കൃത്യമായിട്ടും ഈ അഴിമതി കേസിൽ കുറ്റപത്രം സമർപ്പിക്കണം. 4 ആഴ്ചത്തെ സമയം അതിന് അനുവദിച്ചിരിക്കുകയാണ് ലോക്പാൽ സമിതി. ഈ ലോക്പാലിൻ്റെ പരിഗണനയ്ക്ക് വന്നു. ലോക്പാൽ ഇതിന്മേലുള്ള വാദങ്ങളൊക്കെ കേട്ടു. തുടർന്ന് വിചാരണ നടപടിക്കുള്ള അനുമതി പരിഗണിക്കുമെന്നാണ് ലോക്പാൽ പറയുന്നത്. അതായത് CBI കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ലോക്പാൽ വിചാരണ നടപടിക്കുള്ള കാര്യങ്ങൾ ആരംഭിക്കും. എന്തായാലും പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്നുള്ള MP ആണ് മഹുവ മൈത്രി. ഇക്കഴിഞ്ഞ 12-ന്, അതായത് ഈ മാസം 12-ാം തീയതി ചേർന്ന ലോക്പാലിൻ്റെ ഫുൾ ബെഞ്ചാണ് മഹുവയ്ക്കെതിരെ ഈ നടപടിക്ക്, അതായത് CBIയോട് കുറ്റപത്രം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചത്. എന്താ ഇതിൻ്റെ സംഭവം? ഈ വ്യവസായി ദർശൻ ഹിരാനന്ദാനിയിൽ നിന്നും കോഴ വാങ്ങി. അദാനി ഗ്രൂപ്പിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എതിരെ ലോക്സഭയിൽ ചോദ്യം ചോദിക്കുന്നതിന് തൃണമൂലിൻ്റെ വനിതാ നേതാവായ മഹുവ മൈത്ര കോഴ വാങ്ങി എന്നാണ് ആരോപണം. മഹുവ മൈത്ര നമുക്കറിയാം, വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരാളാണ്, വലിയ പണക്കാരിയാണ്, ലോകത്തിലെ വലിയ ലീഡിംഗ് ബാങ്കിൻ്റെ തലപ്പത്തൊക്കെ ഇരുന്നയാളാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ മഹുവ മൈത്ര ഈ ഹിരാനന്ദാനിയിൽ നിന്ന് ഇങ്ങനെ കോഴ വാങ്ങി ലോക്സഭയിൽ നരേന്ദ്രമോദിക്കെതിരെ, നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഏതാണ്ട് 50-ലധികം ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 50-ലേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഇങ്ങനെ കൈക്കൂലി വാങ്ങുക മാത്രമല്ല ചെയ്തത്, അവർ ഈ ലോക്സഭയിൽ നിന്ന് ഈ പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ, പാർലമെൻറ്റ് അംഗത്തിന് ചില ചട്ടക്കൂടുകളൊക്കെ ഉണ്ട്, ചില ചട്ടങ്ങൾ പാലിക്കണം, അതിൽ തെറ്റുവരുത്തരുത്. അവിടെ ഇവർ ചെയ്തത് രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു പാസ്വേഡ് ഉണ്ട്. ഇത് ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ഇമെയിൽ കൊടുക്കും. ആ ഇമെയിലിന് പാസ്വേഡ് ഉണ്ട്. അത് ഈ ലോക്സഭയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് ചോദ്യങ്ങൾ നേരത്തെ തന്നെ ഈ ഇമെയിലിലൂടെ അയക്കാം. ആ ചോദ്യങ്ങൾ ഏത് മന്ത്രാലയമാണോ അല്ലെങ്കിൽ ഏത് മന്ത്രിയാണോ മറുപടി പറയേണ്ടത് അവിടേക്ക് കൊടുക്കും. അത് വളരെ കൃത്യമായിട്ട് അതിന് ലോക്സഭയിൽ അതിന് മറുപടി പറയും ആ മന്ത്രി. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ. നമ്മുടെ നിയമസഭയിലൊക്കെ ഉള്ളതുപോലെ തന്നെ. അപ്പോൾ ചോദ്യങ്ങൾ നേരത്തെ കൊടുക്കണം. പണ്ടൊക്കെ ഇത് എഴുതി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ മെയിലൊക്കെ വന്നതുകൊണ്ട് കൃത്യമായിട്ട് മെയിൽ അയച്ചാൽ മതി. അങ്ങനെ ഉപയോഗിക്കാനുള്ളൊരു മെയിൽ ID ഇവർക്ക് പാർലമെൻറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ ID അതിനൊരു പാസ്വേഡ് ഉണ്ടാവും. എല്ലാ മെയിൽ IDക്കും നമുക്കറിയാം പാസ്വേഡ് ഉണ്ട്. അത് രഹസ്യമായിട്ട് സൂക്ഷിക്കണം. അത് ഇവർ മറ്റാർക്കും കൈമാറരുത്.
അത് അവരുടെ ഓഫീസിന് പോലും കൈമാറാൻ പാടില്ല എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അത് എല്ലാ എംപിമാരും പാലിക്കേണ്ട ചട്ടമാണ്. പക്ഷെ ഇവർക്ക് കൊടുത്ത ഈ പാസ്വേഡ് ഇവർ ഈ ഹിരാ നന്ദാനിക്ക് കൈമാറി. ഇവർക്ക് വേണ്ടി ഹിരാ നന്ദാനിയാണ് മെയിലിലൂടെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നത് എന്നാണ് ആക്ഷേപം. ഇത് 2023 ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളൊക്കെ നടന്ന് അതിന്മേൽ അന്വേഷണം നടന്ന് ഇവർക്കെതിരെ BJPയുടെ നിഷികാന്ത് ദുബെ MP ആണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അന്ന് ഇത് വലിയ ആക്ഷേപങ്ങളൊക്കെ നടന്ന് അന്വേഷണമൊക്കെ നടന്ന് അവസാനം ഇവർ കുറ്റക്കാരിയാണെന്ന് കണ്ടു. ഇവരുടെ പാസ്വേഡ് ഹിരാ നന്ദാനിക്ക് ഉപയോഗിക്കാൻ കൊടുത്തു എന്ന് ഹിരാ നന്ദാനി തന്നെ തുറന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് മഹുവ മൈത്രയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുന്നത്. പക്ഷേ 2024 അവർ വീണ്ടും മത്സരിച്ചു, ജയിച്ചു. അവർ വീണ്ടും MP ആയി. ഇപ്പോൾ ആ MP ആയിരിക്കുന്ന ഇവർ ഇത്തരത്തിൽ ചോദ്യം ചോദിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങി, നരേന്ദ്രമോദിക്കും അദാനി ഗ്രൂപ്പിനുമെതിരെ കൈക്കൂലി വാങ്ങി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത്. എൻ്റെ ചോദ്യം, സത്യത്തിൽ ഈ മഹുവ മൈത്രയുടെ യഥാർത്ഥ ശത്രു ആരാണ്? അത് ഈ BJP ആണ്. ഇവർ BJPക്കെതിരെയാണ് പൊട്ടിത്തെറിക്കുന്നത്. വലിയ രീതിയിൽ നമുക്കറിയാം. ഇപ്പോൾ BJPക്കെതിരെ നടന്ന ഈ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരമേറ്റ മോദി സർക്കാരിനെതിരെ നടന്ന സമരങ്ങളിലെല്ലാം മഹുവ മൈത്ര മുമ്പിലുണ്ട്. BJPക്കെതിരെ വളരെ ശക്തമായ നിലപാടുകളാണ് മഹുവ മൈത്ര സ്വീകരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ സത്യത്തിൽ മഹുവ മൈത്രയുടെ യഥാർത്ഥ ശത്രു BJP ആണ്. ബംഗാളിൽ നിന്ന് കേൾക്കുന്ന കഥ അതല്ല. അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് പറയുന്നത് മമതയാണ്. ബംഗാൾ രാഷ്ട്രീയത്തെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന മമതയില്ലാത്ത ദീദി, അങ്ങനെയാണ് അവരെക്കുറിച്ച് പറയേണ്ടത്. മമത അടുത്തുകൂടെ പോലും പോകാത്ത, ആരോടും മമതയില്ലാത്ത ദീദി. നമുക്കറിയാം, അവർ പണ്ട് കോൺഗ്രസ്സിലായിരുന്നു. അന്ന് യൂത്ത് കോൺഗ്രസ്, രമേശ് ചെന്നിത്തല അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് മമതാ ബാനർജി. ആ മമതാ ബാനർജി കോൺഗ്രസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോയി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി. അവിടെ ബംഗാളിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് വളർന്നു വന്ന തീയിൽ കുരുത്ത നേതാവാണ് മമതാ ബാനർജി. നിസ്സാരക്കാരിയല്ല. അവിടെ BJPയോട് ഒന്നിനൊന്ന് പോരടിച്ചു നിൽക്കുന്ന, BJPക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് മമതാ ബാനർജി. ഇന്ത്യ സഖ്യത്തിൻ്റെ നെടുംതൂണുകളിൽ ഒന്നാണ് മമതാ ബാനർജി. ആ മമതാ ബാനർജി ഭയക്കുന്നു മഹുവ മൈത്രയെ. തൻ്റെ പിൻഗാമിയായിട്ട് മഹുവ മൈത്ര ഉയർന്നു വരുമോ എന്ന ഭയം മമതയ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു രാഷ്ട്രീയ ആരോപണമല്ല. കുറച്ചൊക്കെ വാസ്തവമുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മമതാ ബാനർജി അവിടെ തൻ്റെ പിൻഗാമിയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നത് തൻ്റെ സഹോദരൻ്റെ മകൻ അഭിഷേക് ബാനർജിയാണ്. 38-കാരനായ അഭിഷേക് ബാനർജി ഇപ്പോൾ ലോക്സഭ MP ആണ്. ഈ അഭിഷേക് ബാനർജിയെ വെട്ടി ആ സ്ഥാനത്തേക്ക് മഹുവ മൈത്ര വളർന്നു കയറുമോ എന്ന ഭയം മമതയ്ക്കുണ്ട്. മഹുവ മൈത്രയാകട്ടെ തൃണമൂലിന് പുറത്ത് പല പാർട്ടികളുമായിട്ടും നല്ല സഹകരണമാണ്. ചടുലമായി സംസാരിക്കുന്ന, ഇംഗ്ലീഷിൽ വളരെ ഭംഗിയായി സംസാരിക്കുന്ന ഒരു വനിത ആണ് മഹുവ മൈത്ര. വളരെ സുന്ദരിയും കാര്യശേഷിയും കാര്യപ്രാപ്തിയും ഒക്കെയുള്ള ഒരു നല്ല നേതാവാണ് അവർ. അവർക്ക് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നുണ്ട്, ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും വലിയ ആൾക്കൂട്ടങ്ങളെ സ്വാധീനിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള മഹുവ മൈത്ര ഒരു വെല്ലുവിളിയാണ് എന്ന് മമത ഭയക്കുന്നു. തൻ്റെ കാലശേഷം സഹോദരപുത്രനായ അഭിഷേക് ബാനർജിക്ക് തൃണമൂലിൻ്റെ കടിഞ്ഞാൺ കൈമാറാനിരിക്കുന്ന മമതയ്ക്ക് തീർച്ചയായിട്ടും മഹുവ ഒരു വെല്ലുവിളിയായി തോന്നുന്നതിൽ അത്ഭുതമില്ല. ഇനി പറയൂ, ആരാണ് മഹുവ മൈത്രയുടെ യഥാർത്ഥ ശത്രു? ആരാണ് മഹുവ മൈത്രയുടെ ഈ വിവരങ്ങൾ, ഈ
ഹിരാനന്ദാനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, വിവരങ്ങൾ, ഈ പാസ്വേഡ് കൈമാറിയതടക്കമുള്ള കാര്യങ്ങൾ ആരാണ് ചോർത്തി ലോക്പാലിനും CBIക്കും ഒക്കെ നൽകിയത്? ഇപ്പോൾ വാസ്തവത്തിൽ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ വലിയ പുകച്ചിലുണ്ട്. അത് പുറത്ത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സമർത്ഥമായിട്ട് മമത അതിനെ ഒതുക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കരുതുന്നത് പോലെ ബംഗാളിലെ തൃണമൂൽ അത്ര ശക്തമല്ല. ബംഗാളിലെ തൃണമൂലിനുള്ളിൽ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നു. ആ വിള്ളൽ അടുത്ത അനന്തരാവകാശിയെ ചൊല്ലിയാണ് എന്നുള്ളതും രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധയിൽ വേണ്ടത്ര പതിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും BJP ഈ അവസരം മുതലെടുക്കാൻ കാത്തിരിക്കുകയാണ്. കൊക്ക് ഒറ്റക്കാലിൽ തപസ് ചെയ്ത് എങ്ങനെയാണോ മീൻ പിടിക്കുന്നത്, തൻ്റെ ഇര പിടിക്കുന്നത്, അതുപോലെ ഒറ്റക്കാലിൽ ബംഗാളിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി തപസ് ചെയ്യുന്ന പാർട്ടിയാണ് BJPയും അതിൻ്റെ നേതാവ് സുവേന്ദു അധികാരിയും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തൃണമൂലിലെ ഈ വിള്ളൽ, ഭാവി അനന്തരാവകാശിയെ ചൊല്ലിയുള്ള ഒരു തർക്കം, അതൊക്കെ വളരെ സൂക്ഷ്മമായി BJP നോക്കിക്കാണുന്നുണ്ട്. തൃണമൂലിന് ബംഗാളിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. മഹുവ മൈത്രയ്ക്കെതിരായ നടപടികളുമായിട്ട് ലോക്പാൽ മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകുന്നത് ബംഗാൾ തിരഞ്ഞെടുപ്പാണ്. ബംഗാൾ തിരഞ്ഞെടുപ്പിൽ അത് വലിയ ചർച്ചയായി മാറും. മമതയുടെ പാർട്ടിക്ക്, തൃണമൂൽ കോൺഗ്രസ്സിന് കയ്യിലുള്ള ആയുധങ്ങൾ പ്രതിരോധിക്കാൻ പോരാതെ വരും എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. നമുക്ക് കാത്തിരിക്കാം ബംഗാളിൽ എന്താണ് സംഭവിക്കുക. മഹുവ മൈത്രയ്ക്ക് വീണ്ടും തൻ്റെ ലോക്സഭാ അംഗത്വം നഷ്ടപ്പെടുമോ, അതോ ഈ വെല്ലുവിളിയെ അവർ അതിജീവിക്കുമോ? അവരുടെ കർട്ടന് മുന്നിൽ അവരുടെ ശത്രു, നേർക്കുനേർ അവരുടെ ശത്രു BJP ആണെങ്കിൽ കർട്ടന് പുറകിൽ മറ്റൊരു ശത്രു അവർക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് എന്ന വിലയിരുത്തൽ ശരിയാണോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം.